ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. സഭയുടെ പൊളിമാവായി പ്രവർത്തിക്കേണ്ട ചുമതല കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിനുണ്ട്. ഈ ദൗത്യം തിരിച്ചറിഞ്ഞ് ധാരാളം അൽമായർ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരാനും സഭയെ നവീകരിക്കാനും ത്യാഗപൂർണമായ ഒത്തിരി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് ദീർഘകാലം നേതൃത്വം നൽകിയ വൈസ് ചെയർമാൻ എന്ന വണ്ണം KSTയെയും കേരള നവീകരണത്തെയും ശുശ്രൂഷിച്ച ഇടുക്കി തങ്കച്ചായൻ. തങ്കച്ചായൻ്റെ ദൈവാനുഭവങ്ങളും നവീകരണ വഴിയിലെ ദൈവിക ഇടപെടലുകളും ഷാലോം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു മോസസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പുത്തൻ കാലഘട്ടത്തിനൊത്ത് നവീകരണ സമൂഹത്തിന് കരം നൽകി നയിക്കുന്നവർ നിരവധിയാണ്. നവീകരണം ഒരു അൽമായ മുന്നേറ്റമാണ്. നിരവധി അൽമായ ശുശ്രൂഷകരെ ദൈവം ഇതാ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരാകുവാൻ തിരുസഭയിൽ ഒരുക്കുന്നു. ഇത് VV അഗസ്റ്റിൻ എന്ന ഇടുക്കി തങ്കച്ചായൻ. നവീകരണം എന്ന അഗ്നിയെ നെഞ്ചിൽ പേറിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ വയലേലകളിൽ നിതാന്തം സഞ്ചരിക്കുന്ന വ്യക്തി. തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ചും ദൈവം കരം നൽകുന്ന സന്ദർഭങ്ങളെക്കുറിച്ചും തങ്കച്ചായൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ മോസസിൻ്റെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിലെ ദീർഘകാലം നേതൃത്വത്തിൽ ആയിരുന്ന വ്യക്തി എന്നവണ്ണം വൈസ് ചെയർമാൻ എന്നവണ്ണം തങ്കച്ചായൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ തങ്കച്ചായൻ പങ്കുവച്ചത് തങ്കച്ചായൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളാണ്. കുറച്ചുകൂടി ആഴത്തിൽ തങ്കച്ചായനെ അറിയാൻ, തങ്കച്ചായൻ്റെ ജീവിതത്തെ അറിയാൻ ഷാലോം പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. ഈ എപ്പിസോഡിലേക്ക് തങ്കച്ചായനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തങ്കച്ചായ കഴിഞ്ഞ എപ്പിസോഡിൽ തങ്കച്ചായന് ഈശോയോടുള്ള തങ്കച്ചായൻ്റെ ഹൃദയത്തിൽ തോന്നിയ സ്നേഹം, കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ തോന്നിയ സ്നേഹത്തെക്കുറിച്ചും അതിന് തങ്കച്ചായൻ തിരിച്ച് കർത്താവിനെ സ്നേഹിക്കാൻ ഓടിയ വഴികളെക്കുറിച്ചൊക്കെ നന്നായി പറഞ്ഞു. ഞങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു. എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം, ഒരാൾക്ക് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കടന്നു വരുമ്പോൾ അയാൾക്കൊരു ദൈവസ്നേഹാനുഭവം ഉണ്ടാവുകയാണ്. വ്യക്തിപരമായ ഒരു യേശു അനുഭവം ഉണ്ടാകുന്നു, പിതാവായ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം. ഈ സ്നേഹബന്ധത്തിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങൾ നടത്തണമല്ലോ. ദൈവം നമ്മളെ അതിൽ നിലനിർത്തുന്നതോടൊപ്പം നമ്മൾ ചില ശ്രമങ്ങളും കൂടി നടത്തണമല്ലോ. അപ്പോൾ തങ്കച്ചാൻ ഈ ഇത്രയും കൊല്ലങ്ങൾ ഈ ഒരു വ്യക്തിപരമായ യേശു അനുഭവത്തിൽ നിലനിൽക്കാൻ, അതിൽ വളരാനും തങ്കച്ചാൻ എത്രത്തോളം അതിന് തങ്കച്ചാൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ എന്തെല്ലാം? ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കാലയളവിൽ പറഞ്ഞ ഉപവാസം വളരെ നീണ്ട കാലം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പേഴ്സണൽ പ്രയർ, പേഴ്സണൽ പ്രയർ എന്ന് പറഞ്ഞാൽ ഇന്ന് പോലും എവിടെയെല്ലാം പോയിച്ച് വന്നാലും 1 മണിക്കൂർ പേഴ്സണൽ പ്രയർ എന്ന് പറയുന്നത് ഞാൻ മുടങ്ങിയിട്ടുള്ള വളരെ അപൂർവമാണ്. ഒരുപക്ഷെ എനിക്കൊരു മരിയ സൈനികൻ്റെ ഒരു സൈനികൻ എന്ന സ്ഥാനത്ത് കിടക്കുന്നതുകൊണ്ട് സൈനികർക്കെല്ലാം ചിട്ട വേണമല്ലോ. അത് അവർക്ക് ആ ഒരു അവസ്ഥയായിരിക്കാം. വ്യക്തിപരമായി 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. അല്ല, തങ്കച്ചാൻ മരിയ സൈനികൻ എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. എല്ലാവർക്കും അല്ല, അതെ, എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ പറയുന്നത് വേണ്ടതാണ്, തീർച്ചയായിട്ടും വേണം, വേണ്ടതാണ്. എന്നാലും ഇതിനകത്ത് നിലനിൽക്കുന്ന എൻ്റെ കൂടെ ഓടിയിരുന്ന പലരും ഇന്ന് രംഗത്തില്ല. അതിന് മെയിൻ കാരണമായിട്ട് ഞാൻ കാണുന്നത് അവർക്ക് ഡിസിപ്ലിൻ ലൈഫ് പോയതാണ്, പേഴ്സണൽ പ്രയറിൻ്റെ നഷ്ടം. അത് ഞാനും അത് ഭയത്തോടെ നോക്കി കാണുന്നൊരു കാര്യമാണ്. അതുപോലെ ഞാനും ഔട്ടാകാതിരിക്കണമെങ്കിൽ എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെയും വേണം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം, എന്താണ് തങ്കച്ചാൻ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ചെയ്യുന്നത്? അതിപ്പോൾ ഓരോ കാലഘട്ടം എനിക്ക് പറയാൻ പറ്റും. ഒരു 10-30 വർഷം മുമ്പുള്ള എൻ്റെ പ്രാർത്ഥനാ ശൈലിയല്ല ഇന്ന്. അല്ല, എന്നാലും ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഒന്ന്, പിതാവായ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിന് ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്നു, എനിക്കൊരു ഹാർട്ട് ലെവൽ റിലേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടെത്തി
അതിനൊക്കെയായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിതാവിനെ വെറുതെ സ്തുതിക്കുകയല്ല, പിതാവിനെ സ്തുതിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് വരുന്നില്ലെങ്കിൽ ദെയർ ഈസ് സംതിങ് റോങ്. അതെന്താണെന്ന് കണ്ട് അതിനെക്കുറിച്ച് അനുദപിക്കുക. അതേപോലെ പിതാവിനെ സ്തുതിക്കുവാനും പിതാവിനെ മഹത്വപ്പെടുത്തുവാനും പിതാവിൻ്റെ സ്നേഹം ഞാൻ മറ്റുള്ള മനുഷ്യരിലേക്ക് എങ്ങനെ കൊടുക്കുന്നു, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ പ്രയറിൽ ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിക്കുകയല്ല. ആത്മശോധനയാണ്. ആത്മശോധന മാത്രമല്ല, എൻ്റെ ആത്മശോധന എന്ന് പറയാൻ വേണമെങ്കിൽ അതൊന്ന്. രണ്ടാമത് യേശുവിനോടുള്ള റിലേഷൻ സ്നേഹവും. മൂന്നാമത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിലുമാണ് നവീകരണം മുന്നോട്ട് പോകേണ്ടത്. ഇത് മൂന്നും നിലനിർത്താനാണ് ഞാൻ പേഴ്സണൽ പ്രയർ ഉപയോഗിക്കുന്നത്. അത് പറ്റുമെങ്കിൽ മുടക്കാറില്ല. പറ്റുമെങ്കിൽ മുടക്കാറില്ലെന്നല്ല, വണ്ടിയിലിരുന്നാണെങ്കിൽ ഇത് ചെയ്തിരിക്കും. ചിലപ്പോൾ ട്രെയിനിലിരുന്നായിരിക്കും അത് ചെയ്തിരിക്കും. അത് ആരും അറിയാതെ അങ്ങനെ നടക്കും. പിന്നെ വേറൊരു രഹസ്യമുള്ളത് വചനം പഠനം. വചന വായനയിലും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. വചനം എന്നെ അറിയാവുന്ന പലർക്കും അറിയാം. ഞാൻ ബൈബിൾ ബൈഹാർട്ട് പഠിച്ചിട്ടല്ല പ്രസംഗത്തിലൊക്കെ പറയുന്നത്. പക്ഷേ വചനം വായിക്കുമ്പോൾ എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു വചനമെങ്കിലും ഒന്ന് എഴുതപ്പെടണമെന്ന്. ഇപ്പോൾ തങ്കച്ചായൻ്റെ സുവിശേഷ പ്രഘോഷണം കേൾക്കുന്ന ആർക്കും അറിയാം, ആ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങൾ തങ്കച്ചായൻ എങ്ങനെയോ പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ വ്യക്തിപരമായ വചനധ്യാനമാണ്. അതന്നെ കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഗുരു പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഞാൻ എവിടെ ടോക്ക് കൊടുക്കാൻ പോകുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഒരുങ്ങുന്ന എൻ്റെ ഒരുക്കം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയം വെച്ചുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഒരുങ്ങും. ഒരുങ്ങി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്ന കാര്യം നമ്മുടെ ഗുരുവിനെ ഏൽപ്പിക്കും, പരിശുദ്ധാത്മാവിന്. രണ്ട്, മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചിട്ട് പറയും, അമ്മേ തങ്കച്ചൻ ഇതാ കയറാൻ പോകുന്നു. പിന്നെ എൻ്റെ ഒരു ഗുരുവാണ് സെയിൻറ്റ് അഗസ്റ്റിൻ. ഇവർ 3 പേരുടെ എൻ്റെ പേഴ്സണൽ പ്രയറിൽ ഇവർ 3 പേരോട് സംഭാഷണമുണ്ട്. എനിക്ക് കിടക്ക് സംഭാഷിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ വലിയ ഇതായിട്ടല്ല, എങ്കിലും ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്. ഈ വചനങ്ങൾ ഇത്രയും ഓർമ്മയിൽ നിൽക്കാൻ അത് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ പരിപാടിയല്ല അത്. പക്ഷേ ഒപ്പം സെയിൻറ്റ് അഗസ്റ്റിനോട് ഞാൻ എപ്പോഴും പറയും, അങ്ങ് ഭയങ്കര വിശ്വാസ സത്യങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുത്താൽ, അതുകൊണ്ട് ഹൈ റേഞ്ചിലെ മനുഷ്യർക്ക് കൊടുക്കാനാണ് ആദ്യമൊക്കെ ഞാൻ ആരംഭിച്ചത്. അപ്പോഴും ഞാൻ പറയും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് കൊടുക്കാൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ നിൽക്കുമ്പോൾ ചില വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ്. എനിക്ക് അങ്ങനെ അത് പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഇതെല്ലാവർക്കും അനുകരിക്കാവുന്നൊരു കാര്യവും എനിക്ക് തന്നെ അനുകരിക്കാവുന്നൊരു കാര്യമല്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല നാളെ ഞാൻ അതുപോലെ ചെയ്യുമെന്ന്. ഇന്ന് വരെ ദൈവം എനിക്കത് ദാനമായിട്ട് തന്നു, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറൊന്നുമില്ല. ഏതൊരു വിഷയം അവിടെ ചെന്നാലും അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അവരുടെ ഒരു 50 വർഷത്തിൻ്റെ വാർഷിക മിൻസിൻ്റെ പോളിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് വിഷയം കിട്ടുന്നത്. ആ വിഷയം ഇതായിരുന്നു, പൗലോസ്ലീഹയുടെ പ്രേക്ഷിത തീക്ഷ്ണത. പൗളിയൻ വർഷം പ്രഖ്യാപിക്കാൻ പോകുന്നേ ഉള്ളൂ, പ്രഖ്യാപിച്ചിട്ടില്ല. ആ സമയത്തായിരുന്നു അവിടെ ടോക്കിന് ചെന്നത്. പക്ഷേ ആ സമയത്ത് അത് പറഞ്ഞു. അപ്പോൾ ഞാൻ പൗലോസ്ലീഹയെക്കുറിച്ച് പണ്ട് വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിലെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവെ അന്ന് വായിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരാൻ. അത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ പൗലോസ്ലീഹയെക്കുറിച്ച് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കാമ. പിന്നെ ഞാൻ അവിടെ കയറി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 3 പിതാക്കന്മാരോടെ ഇരുന്നു. അതിൽ പ്രത്യേകിച്ച് പൊന്നമത്തം പിതാവ് പറഞ്ഞു, വളരെ മനോഹരമായിരുന്നു ടോക്ക്, പൗലോസ്ലീഹയെക്കുറിച്ചുള്ള തൻ്റെ പൗലോസിൻ്റെ പ്രേക്ഷിത തീക്ഷ്ണത അത് വളരെയധികം ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സത്യത്തിൽ എനിക്ക് അതിനു മുമ്പ് ആ ടോക്ക് ഞാൻ കേട്ടിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. പക്ഷേ അതെനിക്ക് വായിച്ച് കുറേ വക്കബുലറി ഉണ്ട്. പക്ഷേ അത് പരിശുദ്ധാത്മാവ് എഡിറ്റ് ചെയ്യുന്നൊരു വരം എനിക്കുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് എൻ്റെ കഴിവല്ല. അതൊരു ദാനമാണ്, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയാൻ കുറിച്ച് പറഞ്ഞു. കൗദാശിക ജീവിതം വളരെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. കുമ്പസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പരിശുദ്ധ കുർബാനയിലെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കർത്താവേ, ഈ അങ്ങ് ദൈവത്തെ വിഴുങ്ങുന്നവനല്ലേ ഞാൻ, ആ വിഴുങ്ങുന്ന ഞാൻ അപ്പം എൻ്റെ ശരീരത്തിൽ എങ്ങനെ ലയിച്ചു ചേരുന്നത് അതുപോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും, കർത്താവ് ഞാനിത് പ്രസംഗിക്കാൻ തുടങ്ങി 2-3 വർഷം ആൾക്കാരോട് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, കർത്താവ് ഞാൻ പ്രസംഗിക്കുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കുന്നത് പ്രഘോഷിക്കാനും പഠിപ്പിക്കുന്നത് ജീവിക്കാനും എന്നെ അനുഗ്രഹിക്കുന്നത്. എൻ്റെ മക്കളല്ല, മാർപ്പാപ്പയുടെ ബർബൻ ധ്വനിയിലുള്ളതാണ്. അതിനുവേണ്ടിയൊക്കെ ഞാൻ പരിശ്രമിക്കും. എൻ്റെ ഒരു പ്രത്യേകത, നവീകരണത്തിൽ വന്ന കാലം മുതലേ സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ എന്ത് മാർപ്പാപ്പമാർ അയച്ചാലും അതിനകത്തുനിന്ന് 1-2 കാര്യങ്ങളെങ്കിലും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ച് അത് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇതുവരെ നടന്നിട്ടുമുണ്ട്, അതിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒപ്പം എനിക്ക് പറയാനുള്ള കരിസ്മാറ്റിക് നവീകരണം 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിൽ ആരംഭിച്ച ഈ നവീകരണം സഭയിൽ തന്നെ വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേണമായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ധ്യാന മന്ദിരം വേണമെങ്കിൽ പിന്നെ ഇടുക്കി തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളായിരുന്നു. കാരണം ഞാൻ അവിടെ ഒന്ന് പറഞ്ഞാൽ മതി, അത് കിട്ടത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ CMIക്കാർ തന്നെ 3 ഏക്കർ സ്ഥലം സോണിന് തന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം 3 റീത്തിലും 5 രൂപതയിലും പെട്ട മനുഷ്യരവിടെ ഉണ്ട്. അവരെയൊക്കെ ഇവാഞ്ചലൈസ് ചെയ്യാൻ മാത്രമാണ് നവീകരണത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ അവർക്ക് വേണ്ടി കൂടാനൊരു പ്രസ്ഥാനവും കെട്ടിടവും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം കത്തോലിക്കാ സഭയ്ക്ക് സ്ഥാപനങ്ങളുടെ കുറവല്ല ഇവാഞ്ചലൈസേഷൻ നടക്കാത്തത്. ഇവാഞ്ചലൈസേഷൻ നടക്കാത്തത് മനുഷ്യർ വ്യക്തിപരമായി നവീകരിക്കപ്പെടാത്തതും വ്യക്തിപരമായി പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനുള്ള കൂറ് നഷ്ടപ്പെട്ടതും സഭയിൽ കൗദാശിക ജീവിതത്തിലൂടെ കിട്ടുന്ന വരപ്രസാദങ്ങളെ അതിൻ്റെ ശരിയാം വണ്ണം
വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല സ്ഥാപനങ്ങളുടെ കുറവല്ല അത്. ശരിക്കും മനുഷ്യർ ഈ ഒരു ദൈവാനുഭവത്തിൽ വന്നാൽ ഈ സ്ഥാപനങ്ങൾ മതി ഉള്ളത് കൊണ്ട് ധാരാളം മതി. ഹൈറേഞ്ച് ഞാനൊക്കെ പറയുമായിരുന്നു ആൾക്കാരോട്, നമുക്ക് ഇവിടെയുള്ള ഓരോ പള്ളികളിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അടുത്ത പള്ളിയിലേക്ക് നമുക്ക് പോകാം, എങ്കിലും നമ്മൾ അഭിമാനത്തോടെ പോകണം. ഈ കാലയളവിലെ സഭയെ നവീകരിക്കാൻ ഇടപെട്ട പരിശുദ്ധാത്മാവിൻ്റെ സഹകാരികളെന്ന നിലയിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെ മുറിവേറ്റ് പോകേണ്ടവരല്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില പള്ളി ചെന്ന് കഴിയുമ്പോൾ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനാ കുമ്പം തുടങ്ങണ്ട, ഇത് വേറെ ആൾക്കാരുടെ പരിപാടിയാണ്, ഇവിടെ നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിടും. അപ്പോഴും ഞാൻ ആ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഇവിടെ 3 മാസത്തിനകം അങ്ങയുടെ സുവിശേഷം ഈ പള്ളിയിൽ പ്രഘോഷിക്കപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ രഹസ്യം ഇതാണ്, സഭയിൽ ആരംഭിച്ച നവീകരണത്തിലൂടെ നമ്മൾ സഹകരിക്കുമ്പോൾ വിശുദ്ധരുടെ കൂട്ടായ്മയും സഭയിൽ ഇന്നേ വരെ നവീകരണത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ സഹവർത്തിത്വം നമ്മളോടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സഭയുടെ ഔദ്യോഗിക ഘടനയോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 1 KST, 2 സോണൽ സംവിധാനം, 2 പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഇത് എൻ്റെ ആധ്യാത്മികതയുടെ ഭാഗം അതാണ്. എനിക്ക് നിർബന്ധമുണ്ട് ഒരു കുടുംബത്തിൽ സാക്ഷ്യം വേണമെന്ന് വിശ്വസിക്കുക. തികഞ്ഞ സമർപ്പണം, സജീവമായ സമർപ്പണം, ഇതാണ് ഈ ശുശ്രൂഷകന്റെ കരുത്ത്. ആഴത്തിലുള്ള പ്രാർത്ഥനാ ജീവിതവും അച്ചടക്കമുള്ള ശുശ്രൂഷ ശൈലിയും തങ്കച്ചായനെ വ്യത്യസ്തനാക്കുന്നു. കൗദാശിക ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൽ നിലനിന്നുകൊണ്ടുള്ള ശുശ്രൂഷ ശൈലിയാണ് ഈ വേലക്കാരൻ്റെ കരുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു അൽമായ ശുശ്രൂഷ എന്നവണ്ണം, അല്ലെങ്കിൽ അൽമായൻ്റെ ദൗത്യം എന്നവണ്ണം ഈ ശുശ്രൂഷകളെ ചെയ്യാൻ തങ്കച്ചാനെ കരിസ്മാറ്റിക് നവീകരണമാണോ ഒരുക്കിയത്? തീർച്ചയായിട്ടും. അതെങ്ങനെയാണെന്ന് പറയാം ഞാൻ. അതായത് വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ടല്ലോ 3 നൂറ്റാണ്ടുകൾ സഭ കരിസ്മാറ്റിക് ആയിരുന്നു. ഏതായാലും ഇപ്പോഴും അല്ലെന്നല്ല, പിന്നീട് അല്ലായിരുന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷേ എങ്കിലും സഭയിൽ കടന്നു വന്ന പല കാര്യങ്ങളും 10-15 നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ സഭയിൽ അൽമേയൻ എന്ന് പറയുന്നവൻ്റെ റോള് വാസ്തവത്തിൽ വളരെ താന്നുപോയി എന്നുള്ളൊരു പരമാർത്ഥമാണ്. അതെല്ലാവരും സമ്മതിക്കുന്നൊരു സത്യമാണ്. ഇവിടെ സമയം പരിമിതി മൂലം ഞാനത് വിശദീകരിക്കുന്നില്ല. എങ്കിലും വത്തിക്കാൻ കൗൺസിലാണ് അൽമേയൻ സഭയിലെ മുഖ്യ ശ്രേണിയിൽ വരേണ്ട ഒരാളാണെന്ന്. മാമോദിസ എന്ന കൂദാശയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണെന്ന് വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്. അവിടെ വെച്ച് മാമോദിസായിലൂടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും പ്രവാചകത്വത്തിലും രാജ്യത്വത്തിലും പങ്കുകാരനാകുന്ന അൽമേയൻ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരനാകുന്നത് വഴി ശുശ്രൂഷാ പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പുരോഹിത ഗണത്തെ വളർത്താനാണ് ശുശ്രൂഷാ പൗരോഹിത്യം വൈദികരും മെത്രാനും ചെയ്യേണ്ടത്. അൽമേരിൽ പ്രത്യേകിച്ച് വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ച് പറയുന്നത് അൽമേരിൽ മെത്രാന്മാരിൽ കാണുന്നത് പോലെ തന്നെയുള്ള അതിസ്വാഭാവിക വരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അങ്ങനെയുള്ള അൽമേയരെ കണ്ടെത്തി വളർത്തി സഭയുടെ മടിത്തട്ടിൽ വളർത്തേണ്ടത് മെത്രാന്മാരുടെ കടമയാണെന്നും അവരത് ചെയ്യുന്നുണ്ടെന്നും കൂടെയാണ് മെത്രാന്മാരെക്കുറിച്ച് പറയുന്നിടത്ത് ആദ്യത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അത് ചെയ്യുന്ന ആ സഭയിൽ തീർച്ചയായിട്ടും അൽമേയൻ്റെ റോൾ വലുതാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൽ പങ്കുകാരനാകുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് തൻ്റെ രാജ്യത്വം പ്രകടമാക്കിയത് ചെങ്കോലും വടിയൊന്നും എടുത്തുകൊണ്ടല്ല. കർത്താവ് ഇതാ തന്നെ താടി രോമം പറിക്കുന്നവൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ എങ്ങനെ രോമം അടിക്കുന്ന കുഞ്ഞാട് നിൽക്കുന്നുവോ അതുപോലെ നിന്നുകൊടുത്തവനാണ് കർത്താവ്. എല്ലാം ഏറ്റെടുത്ത് മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി സേവിച്ച് അവർക്ക് വേണ്ടി മരിക്കാൻ തന്നെ വിട്ടുകൊടുത്തു. ആ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൽ ഒരാൾക്ക് പങ്കാളിത്തം കിട്ടിയാൽ അവനും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം സഭയിൽ, രണ്ടാമത് മറ്റുള്ളവരിൽ, മൂന്നാമത് സമൂഹത്തിൽ, ഇതിനു വേണ്ടി അവൻ്റെ ജീവിതം മാറ്റിവെക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്ന ഞാൻ അവസാനത്തെ ദിവസം വരെ ഞാൻ ജോലി തുടർന്നതിൻ്റെ കാരണം, ഏകസ്ഥനായി എനിക്കത് ചെയ്തില്ലെങ്കിലും കേരളത്തിലെ സിറ്റുവേഷൻ ജീവിക്കാം, പക്ഷേ തുടരാനുള്ള കാരണം ക്രിസ്തുവിൻ്റെ രാജ്യത്വം സർക്കാർ ഓഫീസിൽ കൊണ്ടുവരാൻ എനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു അൽമേയനായ എനിക്ക്, ഒരു വൈദികന് ചിലപ്പോൾ ഒരു മെത്രാന് പോയി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ പരിമളമാകാൻ ഒരു അൽമേയൻ എന്ന നിലയിൽ സർക്കാർ ഓഫീസിൽ കഴിയുമെന്നത് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമായിരുന്നു. അതനുസരിച്ച് തന്നെ എനിക്ക് പല കാര്യം എൻ്റെ കൂടെ ജോലി ചെയ്തവർ ഇത് കേൾക്കുന്നുണ്ടാകാം. അവർക്കൊക്കെ അറിയാം ഞാനൊരു സുവിശേഷകനാണെന്നും ഞാനൊരു കരിസ്മാറ്റിക് ആണെന്നും അവർക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത് മറ്റൊന്നുള്ളത് ക്രിസ്തുവിൻ്റെ പ്രവാചകത്വം. ഇന്ന് വരെ എൻ്റെ നാവടങ്ങാതെ ഒരു ദിവസമെങ്കിലും ഒരാളോടെങ്കിലും സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ പ്രവാചകത്വം അതാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇതും ഞാനൊരു അൽമേയൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. കർത്താവ് തന്നെ ബലിയർപ്പിച്ചു. അവിടെ ശരീരമോ മനസ്സോ സമയമോ നോക്കാതെ ഓടാൻ എന്നെ പ്രേരിപ്പിക്കുന്ന അതാ. എന്നോട് പലരും പറയും ഇപ്പോൾ പ്രായമായില്ലേ, ഇപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ ഓടുന്നു? പക്ഷേ എന്നെ നിർബന്ധിക്കുന്നു,
എൻ്റെ കർത്താവ് അന്ത്യശ്വാസം വരെ നമുക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിച്ചെങ്കിൽ എനിക്കും ഇപ്പോൾ 62 വയസ്സായി. ഇനി അധികം ജീവിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓരോ ദിവസവും മരണത്തോട് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ പക്കൽ എത്തിച്ചേരാനുള്ള വ്യഗ്രത കൊള്ളുന്നൊരു ആത്മേന. ഞാൻ പറയുന്നത് അതാണ് ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നെ സഹായിക്കുന്നത്. ഇതിൽ ഞാൻ കണ്ടെത്തിയൊരു കാര്യം, കേരള സഭയെ സംബന്ധിച്ചിടത്തോളം KCB കേരള സഭയല്ല, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഇക്രസ് മുതൽ NST മുതൽ നമ്മുടെ ഇവിടുത്തെ കേരള സർവീസ് ടീം വരെയുള്ള അതിന് താഴെ സോണുകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ഈ ഒരു ഘടന കരിസ്മാറ്റിക് നവീകരണത്തെ വളർത്താൻ ഏറെ സഹായകമാണെന്നും പക്വതയിൽ വളരാൻ ഏറെ സഹായിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രധാന കമ്മിറ്റ്മെൻറ്റ് അവിടെയാണ്. ഞാൻ കേരളത്തിലെ എല്ലാ ധ്യാനമന്ദിരങ്ങളിലും തന്നെ മിക്കവാറും ധ്യാനമന്ദിരങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്, പ്രേക്ഷകരെ ധ്യാനിപ്പിക്കാറുണ്ട്. ചില ധ്യാന ടീമിൽ ഇന്ന് ഞാൻ പോട്ടയിൽ പ്രസംഗിച്ചിട്ട് വന്ന ആളാണ്. പോട്ടാശ്രമത്തിൽ പ്രസംഗിക്കുമ്പോൾ പോലും ധ്യാനമന്ദിരങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴും ഞാനൊരിക്കലും അവിടുത്തെ ടീമിലെ ആൾക്കാരോട് കൂടി എനിക്ക് സുശേഷാധിഷ്ഠിതമായ ബന്ധവും ആത്മീയമായ ബന്ധമുണ്ട്. പക്ഷേ ഞാൻ KSTയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഔദ്യോഗിക ഘടനയുടെ ഭാഗമായിരിക്കുന്നതിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. അതുകൊണ്ട് 32 രൂപതകളെയും കുറിച്ച് ഞാൻ സ്വപ്നം കാണും. 32 രൂപതകളിലുള്ള ആൾക്കാരുടെ നവീകരണത്തിൻ്റെ വളർച്ചയെ ഞാൻ സ്വപ്നം കാണുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ KSTയിൽ ഉണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് വരെ എൻ്റെ ജീവിതം എപ്പോഴും പ്രധാന കമ്മിറ്റ്മെൻറ്റ് KSTയോടായിരിക്കും. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണവും ഇതാണ്, ഈ ഒരു വിഷനാണ്. കേരള കത്തോലിക്ക നവീകരണ സമൂഹത്തിനെ ഒരു കുടക്കീഴിൽ ചേർത്തു പിടിക്കുന്ന കൂട്ടായ്മയാണ് കേരള സർവീസ് ടീം. ഈ ഔദ്യോഗിക ഘടനയോട് ചേർന്നു നിന്ന് നിരവധി കാലങ്ങൾ വൈസ് ചെയർമാനായും നിരവധി ശുശ്രൂഷകളെ രൂപീകരിക്കുവാനും തങ്കച്ചായനു കഴിഞ്ഞു. ഈ ശുശ്രൂഷകന്റെ സമർപ്പണത്തെ സ്വർഗം കൃപയാക്കി തിരുസഭയ്ക്ക് നൽകി വരുന്നു. തങ്കച്ചായൻ പറഞ്ഞ ഒരു അൽമായ അവബോധത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തങ്കച്ചായൻ കഴിഞ്ഞ എപ്പിസോഡിൽ തങ്കച്ചായൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ഒരു സമർപ്പണ ബോധ്യത്തെക്കുറിച്ച്. ഇപ്പോഴാണെങ്കിലും ഈ നവീകരണത്തിൽ വളരാൻ വേണ്ടി എടുക്കുന്ന ചില ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ത്യാഗങ്ങളുടെ വാക്ക് തങ്കച്ചായൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പം തങ്കച്ചായൻ നവീകരണത്തെ വളരെ കാലങ്ങളായിട്ട് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം ഇതിനൊപ്പം നിന്ന് കാണുന്നയാളാണ്. തങ്കച്ചായൻ ഒരിക്കലും കരിസ്മാറ്റിക് നവീകരണത്തിൽ നിന്നും അകലെ നിന്നോ പുറത്തു നിന്നോ കണ്ടിട്ടില്ല, എല്ലാം അകത്തു നിന്നേ കണ്ടിട്ടുള്ളൂ. നവീകരണം ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയുമാണ്. ശരിക്കും ഈ നേരത്തെ തങ്കച്ചായൻ പറഞ്ഞ തരത്തിലുള്ള നല്ല അവബോധമുള്ള അൽമായ പരിശുദ്ധത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഈ പ്രതിസ്നേഹം കൊണ്ട് അത്തരത്തിലുള്ള അൽമായരെ രൂപപ്പെടുത്തലല്ലേ നവീകരണത്തിൻ്റെ ഒരു ധർമ്മം. അങ്ങനെയെങ്കിൽ ഈ ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിന് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. ഞാനിപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ഏതാണ്ട് 85 വരെയൊക്കെ ധ്യാനം കൂടിയ ആൾക്കാർ, ധാരാളം വരദാനങ്ങളുള്ളവരും വചനപ്രഘോഷകരും, 87 മഞ്ഞുമൽ കൂടിയ പ്രീച്ചേഴ്സിൻ്റെ കോൺഫറൻസിൽ 230 അൽമേയ വചനപ്രഘോഷകരുണ്ടായിരുന്നു. ധ്യാനിപ്പിക്കാൻ ഫുൾ ടൈം പോകുന്ന 35 പേരുണ്ടായിരുന്നു അതിനകത്ത്. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ധ്യാനം നടത്തുന്ന ധാരാളം അൽമേയ പരിശുദ്ധത്തിന് തിരികൊളുത്തിയ നവീകരണമാണിത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴേ 87 ആയപ്പോഴേക്കും നവീകരണത്തിൽ എന്തുകൊണ്ടോ ഒരു ബേസിക് കാര്യസം എന്നൊക്കെ പറഞ്ഞുള്ള രീതി വന്നു. ഭർത്താവ് കുടുംബം നോക്കണം, അവൻ ഇടവക നോക്കണം, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അൽമേയർ പലരും ഇടവകയിലും കുടുംബത്തിലേക്കൊക്കെ മാറി ശുശ്രൂഷകളുടെ രംഗം മാറി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ തോന്നൽ അതാണ്. അതോടുകൂടി അല്പം കേരള സഭയിലെ നവീകരണം ഒന്ന് ഇരുന്ന് ആ ഇരുത്തം വന്ന സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പോട്ടാ ഫിനോമിന തുടങ്ങുന്നത്. പോട്ടയിലെ ഡെയിലി ശുശ്രൂഷ, ആ ശുശ്രൂഷ ഈ പ്രേക്ഷിതർ ചൈതന്യം അടക്കി വെച്ചിരുന്ന അൽമേൻ്റെ ഉള്ളിൽ വീണ്ടും അഗ്നിയായി മാറി. അത് അവിടെ ചെന്ന് ശുശ്രൂഷ തുടങ്ങി. പിന്നെ ഡിവൈൻ്റെ ആരംഭം. ഇത് വളരെയധികം മനോഹരമായിട്ട് കേരള സഭയിൽ ധാരാളം പേരെ ഉയർത്തി. പക്ഷേ ഇതിൽ നിന്ന് വന്ന വേറൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓടിപ്പോയി ഇവിടെ കണ്ട ജനങ്ങൾ വളരുന്നത് കണ്ട് കേരളത്തിൽ ധാരാളം ധ്യാനം, ഇന്ന് 96 ധ്യാനമന്ദിരങ്ങളുണ്ട്. ഈ ധ്യാനമന്ദിരങ്ങളിൽ ധാരാളം അൽമേയരുടെ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് നവീകരണത്തിൻ്റെ വലിയൊരു അസറ്റാണ്, സംഭാവനയാണ്. പക്ഷേ ജൂബിലി വർഷത്തിൽ ചിന്തിക്കേണ്ടത് ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റുകളിൽ കാണുന്ന ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചും ജനക്കൂട്ടത്തിൻ്റെ എണ്ണം വെച്ചുകൊണ്ട് നവീകരണത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഉയർച്ചയും താഴ്ചയും വിലയിരുത്തുന്നൊരു അസുഖം നമ്മുടെ നവീകരണത്തിൽ കടന്നുകൂടിയോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, എന്നാലും എനിക്കൊരു സംശയമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ശിഷ്യത്വത്തിൽ കർത്താവിന് വളരെ യേശുക്രിസ്തു മറ്റുള്ളവർ രൂപപ്പെടണമെന്നും അങ്ങനെ അവരെ രൂപപ്പെടുത്തി എടുക്കണമെന്നുമുള്ള ബോധ്യങ്ങൾ
നേതൃത്വ നിരയിലുള്ളവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിലുള്ളവർ മാത്രം ചിന്തിച്ചാൽ പറ്റില്ല. ഞാൻ പറയും, കേരള കത്തോലിക്ക സഭയിൽ ആരംഭിച്ച നവീകരണമാണ് കരിസ്മാറ്റിക് എങ്കിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔട്ട്പുട്ടാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ മുകളിൽ മുതൽ താഴെ വരെ ചിന്തിക്കണം. ഈ ജൂബിലി വർഷത്തിൽ KCBCക്കും, ഈ ജൂബിലി വർഷത്തിൽ KSTക്കും, ഈ ജൂബിലി വർഷത്തിൽ എല്ലാ ധ്യാനമന്ദിര ഡയറക്ടർമാർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് എങ്ങനെ ക്രിസ്തു മറ്റുള്ളവർ രൂപപ്പെടാം, അതുവഴി ക്രിസ്തുവിൻ്റെ സഭ എങ്ങനെ നവീകരിക്കപ്പെടാം എന്നതിനെക്കുറിച്ച് കണ്ടെത്താനും ഇരിക്കാനും ഇരുത്തം വന്ന ലീഡേഴ്സിനെ ആ ലെവലിൽ വളർത്താനുള്ള സംവിധാനങ്ങളും ഉണ്ടാകണം. ഞാൻ നവീകരണത്തിൽ വന്ന കാലം മുതൽ ശ്രമിക്കുന്നൊരു കാര്യമാണ് സെല്ലുകളിൽ ആൾക്കാരെ കൂട്ടുക. ഞാൻ ഹൈറേഞ്ചിലെ 8 സ്ഥലത്ത് കോപ്പറേറ്റ് ചെയ്യുന്ന പോലെ തുടങ്ങിയിരുന്നു. ഇന്ന് കേരളത്തിലെ പല സോണുകളിലും പോയി ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അൽമേര് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട്. ഇത് സഭ ഒന്നടങ്കം വന്ന് അതിന് പറ്റുന്ന രീതിയിൽ ക്രിസ്തു രൂപപ്പെടത്തക്ക രീതിയിലുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചില്ല എങ്കിൽ ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചും കുറേ കൂടെ ആൾക്കാർക്ക് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇമോഷണൽ കുറേ സ്തുതിപ്പുകളൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ജനങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ചില സ്കിൽസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്നത് കോപ്പി അടിക്കുക. മറ്റ് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മുന്നേറ്റങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, ചില വേർഡ്സ് പോലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ കത്തോലിക്ക തനിമ അതല്ല. ഒരു കത്തോലിക്ക ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിലും കത്തോലിക്ക സഭയിലെ നവീകരണത്തിൽ വന്നവനെന്ന നിലയിലും ഞാൻ മോഡലായിട്ട് എടുക്കുന്നത് ഫ്രാൻസിസ് സേവർ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് സാലസ്, അതോടൊപ്പം തന്നെ വിൻസെൻ്റ് ഡി പോൾ, ഇവരൊക്കെ വളരെ ശക്തരായ ഇവാഞ്ചലിസ്റ്റുകളായിരുന്നു വാസ്തവത്തിൽ. ഫ്രാൻസിലെ സ്ഥിതി ഏതാണ്ട് 10% വരുന്ന സമ്പന്നരെ, 90% വരുന്ന പാവങ്ങൾ, അവരുടെ മേലെ അവർ ആധിപത്യം പുലർത്തുകയും സ്വത്തും വ്യവസായവും വിദ്യാഭ്യാസവും ഈ 10% കൈകളാകുകയും 90% ദാരിദ്ര്യത്തിലും അവഗണനയിലും ജീവിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ക്രിസ്ത്യാനികളായ രാജ്യമാണ്. അവിടെ എല്ലാവിധത്തിലും ദരിദ്രർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ദരിദ്രർ അവഗണിക്കപ്പെട്ടപ്പോഴും അന്ന് വാസ്തവത്തിൽ പറഞ്ഞു കേൾക്കുന്നത് മുകളിൽ നിന്ന് പോലും അവർക്കൊരു സപ്പോർട്ടില്ല. അതായത് ദൈവഹിതമാണെന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ രംഗപ്രവേശനം. അദ്ദേഹം അവരുടെ ഇടയിൽ അവരൊരുവനെ പോലെ അനന്യനായി അവരോടൊപ്പം അവരിലൊരുവനായി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെടുത്തപ്പോൾ ഫ്രാൻസിലെ പണക്കാർ മുട്ടിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവൻ്റെ പങ്കുവെച്ചു കൊടുത്തു. ദൈവത്തിന് സ്വന്തമായത് കൈയടക്കിയതിനെക്കുറിച്ച് അവർ അനുദപിക്കുവാൻ തക്ക വിധം അവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ ഒരു വിൻസെൻ്റ് പോളിന് കഴിഞ്ഞു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ദൈവോന്മുഖനായി നിന്നുകൊണ്ട് യേശുവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവപിതാവിൻ്റെ മകൻ്റെ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അതൊരു രാജ്യത്തെ തന്നെ കിഴിമേൽ മറിക്കുമെന്നുള്ള തെളിവാണ്. ഈ സുവിശേഷത്തിൻ്റെ ശക്തിയല്ല നമ്മൾ കാണിക്കുന്ന ബാഹ്യപ്രകടനങ്ങളിലല്ല. അതല്ല അവിടെ വരുന്നത്. അത് ഇവൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ദൈവ പൈതലാണ്. ഇവൻ ദൈവമകനായി തീർന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു മനുഷ്യനും ദൈവ പൈതലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതുമല്ല, നമ്മൾ ക്രിസ്തുവിലാണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ അതേ ആത്മാവിനെ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് നിങ്ങൾ ആബാപിതാവി എന്ന് വിളിക്കുന്ന ഗലാത്യർ 4:5 പറയുന്നില്ലേ. ആ കാര്യം അനുഭവിച്ചവരായിരുന്നു എനിക്ക് തോന്നുന്നു ഈ വിൻസെൻ്റ് പോൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജാക്കന്മാരെയോ മറ്റൊന്ന് ഒരു ശക്തിയെയോ അദ്ദേഹത്തെ ജയിലിൽ ഇട്ടിട്ട് പോലും ഭയമില്ലായിരുന്നു. അവർക്ക് നിർഭയത്വമായിട്ട് അവർ നിന്ന് അവരിലൂടെ ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി നിറവേറ്റി മരിച്ചവരാണ് വിൻസെൻ്റ് പോൾ. അവിടുത്തെ മനുഷ്യരുടെ സമൂഹത്തിൽ വന്ന മാറ്റം, സാഹചര്യത്തിൽ വന്ന മാറ്റം. ഇതുപോലെ തന്നെ ഫ്രാൻസിസ് സാലസ്, അദ്ദേഹത്തിൽ കുടികൊണ്ടിരുന്ന അഭിഷേകം എന്ന് പറയുന്നത് എത്ര ശക്തമാണ്. ഒരു പട്ടണം മുഴുവനും പ്രോട്ടസ്റ്റൻ്റുകാർ തോക്കും കുഴലിലൂടെ 98% കത്തോലിക്കനെയും പ്രോട്ടസ്റ്റൻ്റാക്കി മാറ്റിയ സമയത്ത് അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്ത ഫ്രാൻസിസ് സാലസ് പറഞ്ഞത്, അപ്പൻ മാടമ്പിയായ അപ്പൻ പട്ടാളക്കാരെ കൊടുത്തു അംഗരക്ഷകരായിട്ട്. എനിക്ക് അംഗരക്ഷകരെയല്ല വേണ്ടത്, എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹമാണ് എൻ്റെ ഹൃദയത്തിൽ വേണ്ടത്. സഭയിൽ നിന്ന് പോലും പട്ടാളത്തെ കൊടുക്കാൻ തയ്യാറായിട്ട് അതുപോലും മാറ്റി നിർത്തിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഉപാസകൻ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ സ്നേഹഗീത രചിച്ച ഫ്രാൻസിസ് സാലസ് എന്ന് പറയുന്ന നിസാരനാണോ? അദ്ദേഹം അവിടെ ചെന്ന് 3 വർഷം കൊണ്ട് തന്നെ വെടിവെക്കാനായിട്ട് തോക്ക് ചൂണ്ടിയവനെ വരെ മാനസാന്തരപ്പെടുത്തി അവിടെ മുഴുവൻ കത്തോലിക്ക കൊടി നാട്ടിയവനാണ്. ആ ജ്യേഷ്ഠ സഹോദരന്മാരുടെ മാതൃക കത്തോലിക്ക സഭയിൽ എന്തുമാത്രം ഉണ്ടായിരിക്കുമ്പോൾ നമ്മളിവിടെ വേറെ ചില മനുഷ്യരോ പലരും എഴുതിയ പുസ്തകങ്ങളോ വായിച്ച് ചിലതൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അതിനേക്കാൾ ഒരു ഫ്രാൻസിസ് സേവറിൻ്റെ ഈ ഓട്ടം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ജനങ്ങൾ എത്ര മാനസാന്തരപ്പെട്ടു. ഞാൻ ഓർക്കുകയാണ്, തെരുവിലേക്ക് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് ഗോവ സന്ദർശനമാണ്. ഗോവയിൽ ചെന്നപ്പോഴേ ഫ്രാൻസിസ് സേവറിൻ്റെ ആ പൂജ ശരീരത്തിലേക്ക് നോക്കി നിന്നപ്പോൾ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി, എടാ ഞാൻ ചൈന വരെ പോകാൻ വേണ്ടി വചനം പ്രഘോഷിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കർത്താവ് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ഞാൻ ഏറ്റ റിലേ വടി എടുക്കാൻ ആരുണ്ട്, ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്
ഇടുക്കിയിൽ വന്ന് കരിമ്പൻ സിറ്റിയിൽ ആദ്യത്തെ തെരുവ് പ്രസംഗം ആരംഭിക്കുന്നത്. ഫ്രാൻസിസ് സേവറിൻ്റെയും ഫ്രാൻസിസ് സാലസിൻ്റെയും എന്നൊക്കെ വേണ്ട വിശുദ്ധരുടെ ധാരാളം പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. വായിക്കുക മാത്രമല്ല, അവരിൽ വിളങ്ങിയിരുന്ന ആത്മാവിൻ്റെ അഭിഷേകം എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എപ്പോഴും നമ്മുടെ മുമ്പിൽ വഴികളുണ്ട്. ആ വഴികൾ അനേകരെ ഇവാഞ്ചലൈസേഷനിലേക്ക് കൊണ്ടുവരും. അല്ലാതെ ഇന്നിപ്പോൾ നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ധാരാളം പേര് ഇന്ത്യയുടെ നാനാഭാഗത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരും കോടിക്കണക്കിന് മനുഷ്യരോട് വചനം പ്രസംഗിച്ചെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളിൽ ക്രൈസ്തവർ പെർസെൻറ്റേജ് കൂടിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെയൊക്കെ പോലെ യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നുകൊണ്ട്, യേശു ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ട്, ക്രിസ്തുവിനായി മരിക്കാൻ തയ്യാറായ ആൾക്കാരെ പോലെ ആകുന്ന ഇവാഞ്ചലിസ്റ്റുകളുടെ എണ്ണം നവീകരണത്തിൽ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. തീർച്ചയായും തങ്കച്ചാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ ശരിക്കും കഴിഞ്ഞ ഒരു 19 വർഷങ്ങൾ പരിശോധിക്കുമ്പം സുവിശേഷ പ്രഘോഷണത്തിൻ്റെയൊക്കെ മാനം മാറി കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ. പക്ഷേ നമ്മൾ നവീകരണത്തിൻ്റെ ശുശ്രൂഷകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അവസാനം പറഞ്ഞു വെച്ചത്. ഒപ്പം ഈ എപ്പിസോഡിൽ ഉടനീളം തങ്കച്ചായൻ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വളർച്ചയുടെ വഴികളിൽ എടുക്കേണ്ടി വന്ന ആ ഒരു വലിയ ചുമതലാബോധം, അൽമായൻ്റെ ദൗത്യത്തോട് തങ്കച്ചായൻ പുലർത്തിയ വിശ്വസ്തത, തീർച്ചയായിട്ടും ഇതൊക്കെ ഏത് അൽമായനും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഏത് അൽമായനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. നവീകരണം ഇത്തരത്തിലുള്ള അവബോധമുള്ള അൽമായരുടെ ഒരു വലിയ സമൂഹമായിട്ട് കരിസ്മാറ്റിക് നവീകരണം മാറട്ടെ എന്നൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തങ്കച്ചായൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും പ്രത്യേകിച്ച് അവസാന സമയത്ത് പറഞ്ഞ കരിസ്മാറ്റിക് നവീകരണം ശരിക്കും സുവിശേഷ പ്രഘോഷണത്തിന് വലിയ അർത്ഥം സഭയിൽ നൽകി. എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നവീകരണത്തിലെ ശുശ്രൂഷകരും പ്രഘോഷകരും ശ്രദ്ധിക്കേണ്ട വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് തങ്കച്ചാൻ ഈ പറഞ്ഞ് അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാം ഈ ജൂബിലിയുടെ നാളുകളിൽ നവീകരണം വളരെ ശ്രദ്ധയോടെ തിരിഞ്ഞു നോക്കേണ്ട കാര്യങ്ങളാണിത്. ഒപ്പം തങ്കച്ചായൻ്റെ ആ നവീകരണത്തോട് കാണിച്ച സ്നേഹവും നവീകരണത്തിൽ വളരാൻ വേണ്ടി തങ്കച്ചായൻ എടുത്ത റിസ്ക്, അങ്ങനെ തന്നെ പറയാം വാക്കുകൾ, അതൊക്കെ കേൾവിക്കാരായ ഞങ്ങളെയും തിരിഞ്ഞു നോക്കാനും ഞങ്ങളിലേക്ക് നോക്കാനും ഒക്കെ പ്രചോദനം നൽകുന്നു. വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന വണ്ണം തങ്കച്ചായൻ നടത്തിയ ഹൃദയത്തിൽ നിന്നുള്ള ഈ പങ്കുവയ്ക്കലിന് എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതെ, നവീകരണത്തിന് ഇനിയുമേറെ സഞ്ചരിക്കാനുണ്ട്. പുതിയ പാതകൾ തേടേണ്ടതുണ്ട്. പുതിയ തീരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം കാലഘട്ടം ഏറ്റവും കലുഷിതമാകുന്നു. സുവിശേഷം പ്രഘോഷിക്കപ്പെടണം എന്നത് സ്വർഗീയ പദ്ധതിയാകുന്നു. നവയുഗത്തിലെ പ്രവാചകരാകാൻ നമുക്കും യാത്രയാകാം. വലിയ മുക്കുവൻ്റെ വിളി കേൾക്കാം. വചനം ഏകുവാനൊരു സാക്ഷ്യം. ദേശമോ ദുരി